ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ തൻ്റെ കടന്നുപോകലിനെക്കുറിച്ചും മടങ്ങിവരവിനെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾ ദുഃഖിക്കും, ഏറെ അസ്വസ്ഥരാകും. പക്ഷെ ഞാൻ പോകുന്നത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിഞ്ഞ് ഞാൻ തിരികെ വരും. തിരികെ വരുമ്പോൾ നിങ്ങളോട് കൂടെ ഞാനുണ്ടാകും, എന്നോടുകൂടെ നിങ്ങളും. സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വീണ്ടും വരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ് ഈ ലോകത്തിൽ നിന്ന് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകും എന്ന നല്ല വാക്ക്. ഈശോ നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അന്ത്യവിധി നാളിൻ്റെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. വാനമേഘങ്ങളിൽ മഹത്വത്തിൻ്റെ രാജനായി അവൻ എഴുന്നള്ളുന്നു. അവൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ മനുഷ്യവംശത്തെ മുഴുവൻ രണ്ടായിട്ട് വേർതിരിക്കും. നന്മ ചെയ്തവർക്ക് ചെമ്മരിയാടോടുകൂടി അവൻ്റെ വലതു ഭാഗത്തും, തിന്മ ചെയ്തവർ, പാപത്തിൽ ജീവിക്കുന്നവർ കോലാടുകളോടുകൂടെ അവൻ്റെ ഇടതുവശത്തും. വലതുവശത്ത് ചേർത്ത് നിർത്തുന്നവരെല്ലാം അവൻ സ്വർഗത്തിലേക്ക് തൻ്റെ മഹിമയുടെ സിംഹാസനത്തിന് ചാരെ ചേർത്ത് വയ്ക്കും. തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായിട്ട് നരകത്തിയിലേക്ക് എറിയപ്പെടും. പ്രതീക്ഷയോടുകൂടി ഈ ജീവിതത്തിൽ നന്മ ചെയ്ത് കടന്നു പോകാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ, ഈ ലോകത്തിൻ്റെ മോഹവിലാസങ്ങളിൽ നമ്മളെ തളർത്തിയിടാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി നന്മയുടെ പക്ഷം ചേർന്ന് ജീവിക്കാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപക്ഷെ ഞെട്ടലോടെ, അസ്വസ്ഥതയോടെ, ഉത്കണ്ഠയോടെ നാം കേൾക്കണം. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതല്ല ഞെട്ടേണ്ട കാര്യം. ഈശോ പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുക. പിതാവിനോട് കൂടെ നിത്യം വസിക്കാൻ, അനുഗ്രഹത്തിന് മക്കളായിട്ട് തീരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ നമുക്ക് അവിടുത്തെ വിളിക്കാൻ സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈശോ പറഞ്ഞ ഈ നന്മയുടെ ഭാവങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, അവൻ്റെ വലതു ഭാഗത്ത് നിൽക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുമ്പോൾ, പിന്നെ പ്രാർത്ഥിക്കാൻ, ചോദിക്കാൻ നമുക്ക് അവകാശങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നാം അവൻ്റെ വലതു ഭാഗത്ത് നിൽക്കാൻ തക്കവിധം യോഗ്യരാണ് എന്ന് നാം തെളിയിക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ പന്ഥാവിലൂടെയാണ്. പാപത്തെയും അതിൻ്റെ ആഡംബരങ്ങളെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ദൈവം ചേർത്ത് പിടിക്കുന്ന വലതു ഭാഗത്ത് ആയിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കണം. ഈ ലോകം തരുന്ന സന്തോഷങ്ങൾ നൈമിഷികമാണെന്നും അത് അനാദികാലം നമ്മളോടൊത്തുണ്ടാകില്ല എന്ന തിരിച്ചറിവോടുകൂടെ ദൈവത്തെ മുറുകെ പിടിക്കാൻ, ദൈവത്തിൻ്റെ പക്ഷം ചേരുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അത് അമ്മ പറഞ്ഞ വാക്കുകൾ തന്നെ ഓർക്കുക. അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കണം. ഈ ലോകം അതിൻ്റെ മായാവിലാസങ്ങളിൽ നമ്മളെ പൂട്ടിയിടരുത്. ഈ ലോകത്തിൻ്റെ വ്യഗ്രതകൾ നമ്മളെ ബാധിക്കരുത്. ഈ ലോകത്തിൻ്റെ കടുംപിടുത്തങ്ങളിൽ നമ്മുടെ ജീവിതം നഷ്ടമാക്കരുത്. സ്വർഗം നമുക്ക് സ്വന്തമാക്കണം. അവനോടുകൂടെ നമുക്കായിരിക്കണം. മാലാഖമാരുടെ കൂടെ, വിശുദ്ധരോടുകൂടെ അനവരതം അവിടുത്തെ പാടിസ്തുതിക്കുന്നവരായിട്ട് ഞാനും നിങ്ങൾ മാറണം. ഈ പ്രത്യാശ കൈവിടാതെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വലതുഭാഗത്തെ ചെമ്മരിയാടുകളോടുകൂടി ആയിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം നന്മയുടെ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ അസ്വസ്ഥത വിതയ്ക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നന്മ വഴിയിൽ മുന്നേറാൻ തടസ്സം നിൽക്കുന്ന മേഖലയിൽ ഈശോ മാറ്റിത്തരേണ്ട പ്രതിബന്ധങ്ങൾ, ദൈവത്തോട് ചേർന്നിരിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ പ്രാതികൂല്യങ്ങളെയും മാറ്റിത്തന്ന് നന്മയുടെ പക്ഷം ചേരാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.